എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഒരുപാട് വരുമാനമുണ്ടെങ്കിലും നല്ല ചിലവാണെങ്കിൽ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? നേരെ മറിച്ച് നിങ്ങളുടെ അതേ വരുമാനമുള്ള വേറൊരാൾക്ക് നിങ്ങൾക്കുള്ളതുപോലെ കുറേയധികം ചിലവുകളൊന്നുമില്ല, കിട്ടുന്നതൊക്കെ കയ്യിലിരിക്കുമെങ്കിൽ ആരായിരിക്കും റിച്ച് ആയിട്ടുള്ളത്? ഇത് നിങ്ങളുടെ ഒരു പരിതസ്ഥിതിയാണല്ലേ? കയ്യിലിരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചില ബാധ്യതകളൊക്കെ പരമ്പരാഗതമായിട്ടൊക്കെ വന്നിട്ടുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്നത് പോലെയാണ് ഇന്ത്യയുടെയൊക്കെ അവസ്ഥ. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ, അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 85% പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ്. ഏറ്റവും അധികം പോപ്പുലേഷനുള്ള 146 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. പിന്നെ എങ്ങനെ നമ്മൾ സമ്പന്നരാകും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്ത പരക്കുന്നത്. ആൻഡമാൻ സീയിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് അടിച്ച ഒരു വലിയ ജാക്ക് പോട്ടാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സാധാരണക്കാരന് ഓണം ബമ്പർ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് പോലെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ആഘോഷിക്കാനുള്ളത് ഉണ്ട് താനും. കാരണം ചെറിയ അളവൊന്നും അല്ല. ഏകദേശം 13 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ്. നമ്മളത് ഡോളറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്താൽ $1 ട്രില്യൺ അതിനൊക്കെ തുല്യമായിട്ടുള്ള അത്രയും ക്രൂഡ് ഓയിൽ. ഇന്ത്യയുടെ GDP തന്നെ ഒരു $4 ട്രില്യൺ ആണെന്ന് ഓർക്കണം. ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് ഒക്കെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. എല്ലായിടത്തും ഇതിപ്പോൾ വലിയൊരു വാർത്തയാണ്. ഇന്ത്യ രക്ഷപ്പെട്ടോ? നമുക്കൊരു ലോട്ടറി അടിച്ചോ? എത്ര വലിയ ലോട്ടറിയാണ് നമുക്ക് അടിച്ചത്? ലോട്ടറി അടിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. ഒന്നാം സമ്മാനമാണോ അതോ പ്രോത്സാഹന സമ്മാനമാണോ അടിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു കാര്യവും ഇല്ലെങ്കിലും പലതും ഇങ്ങനെ പ്രചരിപ്പിക്കും. സത്യം തിരിച്ചറിയുന്നവർ വളരെ കുറവായിരിക്കും. രാജ്യത്തെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ഇത്തരം വിഭവങ്ങളുടെ കണ്ടെത്തൽ. അങ്ങനെ നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കും വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി രാജ്യത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ പലർക്കും അത്തരം കമ്പനികൾ കണ്ടെത്താനോ അവയിൽ റിസർച്ച് ചെയ്യാനോ ഒക്കെയുള്ള സമയം ഉണ്ടാകില്ല. മാത്രവുമല്ല അത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ റിസ്ക്കുമുണ്ട്. എന്നാൽ ഇപ്പോൾ അത്രയും റിസ്ക് ഇല്ലാതെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പങ്ക് മെച്യൂരിറ്റിയിൽ $1 പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കുവാനുള്ള, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരവസരം ഇപ്പോൾ ഉണ്ട്. ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ PNB മെറ്റ്ലൈഫ് ആണ് ഈ അവസരം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ NFO ആയ PNB മെറ്റ്ലൈഫ് വാല്യൂ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെ NAV വില $10. ജൂലൈ 27 വരെയാണ് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ NFOയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഈക്വിറ്റീസിലും, മാർക്കറ്റ് വീക്ക് ആയിരിക്കുമ്പോൾ പണത്തിന്റെ ഒരു ഭാഗം ഈക്വിറ്റീസിലും ഒരു ഭാഗം ഡെറ്റിലും നിക്ഷേപിക്കുന്നു. ആയതിനാൽ റിസ്ക് കുറച്ച് നല്ല റിട്ടേൺ സാധ്യതയോടെ നമുക്ക് നിക്ഷേപിക്കാം. 2018 ഇവർ ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം 34.5% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേണും തുടക്കം മുതൽക്ക് 22.1% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺസും നൽകുന്നുണ്ട്. ഈ NFOയിൽ നമ്മളെ കൊണ്ടാകാവുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. വർഷത്തിൽ $2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല. NRI ഒക്കെ ആയിട്ടുള്ള ആളുകൾ മാസം 18,000 വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 27 വരെ മാത്രമാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയുവാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താലും മലയാളത്തിൽ തന്നെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കാനും സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആൻഡമാൻ സീയിൽ കണ്ടെത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപത്തെ ഗയാന സ്കെയിൽ എന്നാണ് ലോക മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ ഗയാന സ്കെയിൽ? അല്ലെങ്കിൽ ഗുവാന എന്നും പറയും. നമുക്ക് എളുപ്പത്തിന് ഗയാന എന്ന് തന്നെ പറയാം. സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു ചെറിയ രാജ്യമാണ് ഗയാന എന്ന് പറയുന്നത്. അവർക്കാണ് ഒരു വലിയ ലോട്ടറി 2015 അടിക്കുന്നത്. എക്സോൺ മൊബൈൽ എന്നൊക്കെ പറയുന്ന വലിയ ക്രൂഡ് ഓയിൽ കമ്പനികൾ അവിടെ വന്ന് പര്യവേഷണം നടത്തിയപ്പോൾ അവിടെ കടൽ തീരത്തും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം 11 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് കണ്ടെത്തിയത്. ആൻഡമാനിൽ 13 ബില്യൺ ആണെങ്കിൽ ഇത് 11 ബില്യൺ. 0 ബാരൽ ക്രൂഡ് ഓയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതിരുന്ന ഈ ഗയാന എന്ന് പറയുന്ന രാജ്യം ഈ വർഷം ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത് ഏകദേശം 6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. ഒന്നുമില്ലാതിരുന്ന ഒരാൾ ലോട്ടറി അടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഒരു സാധാരണ രാജ്യമായിരുന്ന ഗയാന ഇന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു പെട്രോ കെമിക്കൽ എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് ഗയാന സ്കെയിൽ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചിരിക്കുന്നത്. അവിടെ കണ്ടെത്തിയതിലധികം ക്രൂഡ് ഓയിൽ നിക്ഷേപമാണ് ആൻഡമാൻ സീയിൽ കണ്ടെത്തിയിരിക്കുന്നത്.
എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗയാനയല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഗയാന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമാണ്. 10 ലക്ഷം മാത്രമേ പോപ്പുലേഷൻ ഉള്ളൂ. അവിടുത്തെ ആവശ്യങ്ങൾക്ക് അവർ ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഏകദേശം 13,000 ബാരൽ ക്രൂഡ് ഓയിലൊക്കെ മാത്രമാണ്. അങ്ങനെയുള്ള ആ ഒരു രാജ്യമാണ് ദിവസം 6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ലോകത്തെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള 145 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം മുതൽ 60 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വരെയാണ്. അതിൻ്റെ 85% നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. 15% ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, ആസാമിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ, മുംബൈ ഹൈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ. ഒരു സാധാരണ രാജ്യമാണെങ്കിൽ ഇത് മതി. പക്ഷെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്രയുമുണ്ട്, നമുക്കിതൊന്നും ഒന്നും ആവില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആൻഡമാനിൽ കണ്ടെത്തിയിരിക്കുന്ന എണ്ണ മുഴുവൻ ഇന്ത്യ അങ്ങ് ഉപയോഗിക്കുകയാണ് എന്ന് കരുതുക. നമുക്കത് എത്രയ്ക്കുണ്ടാകും? ഈ 13 ബില്യൺ ബാരൽ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിന് ഏകദേശം 2 ലക്ഷം കോടി ലിറ്റർ അത്രയുമായിട്ട് പറയാം. അത് എത്ര പണത്തിന് വരുമെന്ന് ചോദിച്ചാൽ ഏകദേശം $1 ട്രില്യൺ ഒക്കെയാണ്. വലിയൊരു തുക. ഇത് മുഴുവൻ നമ്മൾ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു. ഏകദേശം 7 വർഷം ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള അത്രയും ക്രൂഡ് ഓയിലായി. ചെറിയ സംഭവമൊന്നുമല്ല. ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി പുറത്തൊന്നും എടുക്കുന്നില്ല, ഞങ്ങളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം മുതൽ നമ്മൾ ആൻഡമാനിലെ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയാണോ? ഒരിക്കലുമല്ല. ഇതിന് സമയമെടുക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു വരാം. എന്നിരുന്നാലും ആൻഡമാനിൽ നിന്ന് എണ്ണ പരീക്ഷണം നമ്മൾ കാര്യമായിട്ട് അല്ലെങ്കിൽ എണ്ണ കുഴിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പ് 85% ഇന്ത്യ പുറത്തു നിന്ന് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. അത് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതുപോലും വലിയൊരു നേട്ടമായിരിക്കും. വിദേശ നാണ്യം ലാഭിക്കാം. നമ്മുടെ ഈ കരുതൽ ശേഖരം ഉണ്ടല്ലോ, ഡോളറിന്റെ ഒക്കെ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനാണ്? ഈ എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. വിദേശ നാണ്യം ലാഭിക്കാം. മറ്റു രാജ്യങ്ങളെ ഊർജ്ജത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കുറയ്ക്കാം. ഊർജ്ജ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എണ്ണ പരിവേഷണം ചെയ്യുന്ന മുതൽ, കുഴിച്ചെടുക്കുന്ന മുതൽ, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതും എത്തിക്കുന്നതും ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ആദ്യം നമ്മൾ പറഞ്ഞാൽ ഒരു ജാക്ക് പോട്ട് അടിച്ചു വന്ന്, അല്ലെങ്കിൽ ബമ്പർ അടിച്ചു വന്ന്, അത്രയൊന്നും വേണ്ട. പക്ഷെ ലോട്ടറി തന്നെയാണ്. അങ്ങനെയാണല്ലോ ഇപ്പം നിൽക്കുന്നത്. എന്നാൽ ആണോ? അതാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് കുറച്ചൊക്കെ ദുഃഖം നിങ്ങൾക്കുണ്ടാകും. എങ്കിലും സത്യം പറയേണ്ട ഒരു കാര്യം, കുറച്ച് ഫാക്റ്റുകൾക്കൊക്കെ നേരെ കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നല്ല വ്യൂസ് ഒക്കെ വരും. എന്നാൽ നമ്മളിവിടെ ഫാക്റ്റുകളാണ് പറയുന്നത്. എവിടെയെങ്കിലും ക്രൂഡ് ഓയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട്, ഉദാഹരണത്തിന് നമ്മുടെ കൊല്ലത്ത് കടൽ തീരത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ ക്രൂഡ് ഓയിൽ ഒരിടത്ത് കണ്ടെത്തി എന്നുള്ളത് ഒരു വലിയ സംഭവമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് ആൻഡമാൻ സീ ബേസിൻസിൽ അല്ലെങ്കിൽ കടലിനടിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കടലിൽ നിന്ന് എണ്ണ പരിവേഷണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വലിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. പല രാജ്യങ്ങളും ഇതിനെ മറികടക്കുന്നത് വിദേശത്തുള്ള വലിയ ഓയിൽ കമ്പനികളെയൊക്കെ ഇങ്ങോട്ട് ആകർഷിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ആൻഡമാൻ പ്രദേശം എന്ന് പറയാം. ഐലൻഡുകളുടെ കാര്യമല്ല പറയുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ നമ്മുടെ കേരളത്തിലെ ഒരു 4 ജില്ലയുടെ വലുപ്പം കാണും. ഏകദേശം ഒരു 4 ലക്ഷമൊക്കെയാണ് അവിടുത്തെ പോപ്പുലേഷൻ. നോർത്ത് സെന്റിനൽ ഐലൻഡ് ഒക്കെ അവിടെയാണ്, ആരെയും കയറ്റാത്ത. അതുപോലെ തന്നെ അവിടെ പല സൗകര്യങ്ങളുടെയും ഒക്കെ കുറവുണ്ട്. അപ്പോൾ വിദേശ കമ്പനികൾ അവിടെ വന്നിട്ട് ഈ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു എണ്ണ പരിവേഷണമൊക്കെ നടത്താനുള്ള സാധ്യത കുറവാണ്. മറ്റൊന്ന്, ഇന്ത്യയിലുള്ള ഒരു ചില്ലറക്കാരൊന്നുമല്ല. റിലയൻസിന്റെ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഗുജറാത്തിലെ ജാംനഗറിലുള്ളത്. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികളാണെങ്കിലും എണ്ണ പരിവേഷണം ചെയ്യുകയാണ്, കുഴിച്ചെടുക്കാൻ തുടങ്ങി എന്ന് കരുതുക. വളരെ ചിലവ് കൂടുതലായിരിക്കും ഒരു ബാരൽ ക്രൂഡ് ഓയിൽ തന്നെ നമ്മൾ പുറത്തെടുക്കുമ്പോഴേക്കും. ലോകത്ത് ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള രാജ്യമോ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന രാജ്യമോ അല്ല ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത്. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് എത്ര ചിലവ് വരും? അങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് സമ്പന്നമായി മാറുന്നത്. ആ കാര്യത്തിൽ ഒന്നാമത് വന്ന് നിൽക്കുന്നത് ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമാണ്. കുവൈറ്റ് ഒരു ഉദാഹരണമാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുമുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് എത്രയാണ് വില? ഒരു $70 ഒക്കെ ആയിരിക്കും നിലവിൽ ആവറേജ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൗദി അറേബ്യ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്ക് ചിലവ് വരുന്നത് $5, കൂടിപ്പോയാൽ $10 ഒക്കെ മാത്രമാണ്. ഒരു ബാരൽ തന്നെ ഇത്രയും ലാഭത്തിനാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ലോട്ടറി അടിച്ചു എന്ന് പറയണമെങ്കിൽ അത് സൗദി അറേബ്യ തന്നെയാണ്. അവരുടെ 7 അയലത്ത് വരില്ല വേറെ ഒരു കൂട്ടരും. ഇത്രയും കുറഞ്ഞ ചിലവിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഒരുപാടുണ്ട് താനും. ലോകത്തെ ഏറ്റവും ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിൽ കണ്ടെത്തിയത് എവിടെയാണ്? വെനസ്വേലയിലാണ്. വെനസ്വേല അമേരിക്കൻ ഉപരോധം കൊണ്ട് മാത്രമല്ല പട്ടിണി കിടക്കുന്നത്. വെനസ്വേലയിലെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ പല പ്രദേശങ്ങളിലും പല ഗ്രേഡിലുള്ളതായിരിക്കും. അവിടെ ഉൽപാദന ചെലവ് കൂടുതലാണ്.
അതുകൊണ്ട് വലിയ ലാഭത്തിന് അവർക്ക് വിൽക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന റിഫൈനറികളാണെങ്കിലും അവർക്കും ഇത് ശുദ്ധീകരിക്കുന്ന ചിലവ് കൂടുതലായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇറാനിലെ ഓയിൽ നല്ലതാണ്, സൗദി അറേബ്യയിലെ ഓയിൽ നല്ലതാണ്. ക്രൂഡ് ഓയിൽ തന്നെ പലതരത്തിലുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് $40 ചെലവ് വരുന്ന രാജ്യങ്ങളുണ്ട്. $45, $50, $60, $70 വരെ ചെലവ് വരുന്ന രാജ്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇവരിൽ പലരും അവരുടെ ഓയിൽ ഫീൽഡൊക്കെ അടച്ചിടുകയാണ് പതിവ്. കാരണം ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു ബാരൽ $80 ചെലവ് വരുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് $60 വിൽക്കാനായിട്ട് സാധിക്കില്ല. ആ സമയത്ത് അവർ പുറത്തു നിന്ന് വാങ്ങുകയായിരിക്കും ചെയ്യുക. ഇതാണ് അമേരിക്ക ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആ രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഉണ്ടായിട്ടും അവർ പുറത്തേക്ക് വിൽക്കുന്നത്? ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമാകുന്നത്. വെനസ്വേലയുടെ കാര്യം തന്നെ എടുത്താൽ അവർ കടൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പലപ്പോഴും പല ഓയിൽ ഫീൽഡുകളിലും ഒരു ബാരലിന് $63 വരെയൊക്കെ ചിലവ് വരാറുണ്ടെങ്കിൽ കരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് $27 ഒക്കെ വരാറുണ്ട്. ഒരു രാജ്യത്ത് തന്നെ പല പ്രദേശങ്ങളിലും പല രീതിയിലായിരിക്കും ഉൽപാദന ചെലവ്. പക്ഷേ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മൾ ഇപ്പോൾ തന്നെ കണക്ക് കൂട്ടുന്നത് ആൻഡമാനിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ അവിടെ കടലിൽ കൊണ്ടുപോയി ഓരോ സെറ്റപ്പ് എല്ലാം സ്ഥാപിച്ച് ക്രൂഡ് ഓയിൽ എടുത്ത് തുടങ്ങിയാലും അത് വലിയ ലാഭകരമായിരിക്കില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും ഉയർന്ന ചിലവിൽ നമ്മളിത് എടുക്കാൻ തുടങ്ങിയാലും പുറത്ത് നിന്ന് വാങ്ങുന്നതുമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് കരുതി ഇതുകൊണ്ടൊരു കാര്യവും ഇല്ലെന്നോ, അടിച്ചതൊരു ലോട്ടറിയേ അല്ല, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പ്രോത്സാഹന സമ്മാനമാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമാകാൻ 5 മുതൽ 10 വർഷം വരെ സമയം എടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് വലിയ ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളുള്ള കാര്യമാണ്. പണത്തിന്റെ പ്രശ്നമുണ്ട്, ടെക്നോളജിയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ അവർ അടുത്ത മാസം തന്നെ ക്രൂഡ് ഓയിൽ എടുത്തു തുടങ്ങും. പക്ഷേ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാം, അത് പറയേണ്ടതുമാണ്. ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ പോയാലും ഒരു 5 വർഷമെങ്കിലും എടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ലാഭത്തിലൊന്നും ആയിരിക്കില്ല നമുക്ക് ക്രൂഡ് ഓയിൽ എടുക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ആകെ ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആൻഡമാനിൽ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കൊരു ലോട്ടറി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ് എന്ന് പറയണം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഇല്ലാത്ത അല്ലെങ്കിൽ ഹൈപ്പ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല. ഇതാണ് ഫാക്റ്റുകൾ എന്നാണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജൂലൈ 27-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവുക. സമയം കുറവാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.